അങ്ങനെ ഞാനിതെല്ലാം മുറിച്ചിട്ട് ഇതാ ബാക്കിയൊക്കെ പൊട്ടിപ്പോയി. 2 ഐസ്ക്രീമാണ് കിട്ടിയത്. ഈ ഐസ്ക്രീം നമുക്ക് പിന്നെ പൊരിക്കാൻ ഇതിൻ്റെ കൂടെ എടുക്കട്ടെ. ഇതിൻ്റെ മസാലകളൊക്കെ എടുക്കട്ടെ കേട്ടോ. കൂടുതൽ ഇതിലേക്ക് നമുക്ക് കൂടുതൽ മസാല ഒന്നും വേണ്ട കേട്ടോ. കുറച്ച് ഉപ്പ് ഇട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ലേശം മഞ്ഞളിടും, മഞ്ഞപ്പൊടി ഇടും കേട്ടതാ. കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഈ മുളകും പൊടിയൊക്കെ വേണ്ടിയാൽ ഇട്ടോളി കേട്ടോ. നമ്മൾ മുളകും പൊടി ഇട്ടില്ല, അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്. ഇടയ്ക്ക് മുളകും പൊടി ഇട്ടുണ്ടാക്കും കേട്ടോ, ഇടയ്ക്ക് ഇങ്ങനെ. ഇനി ഇത്തിരി ഇത് ഇറച്ചി മസാല ഇല്ലേ, ഇറച്ചി മസാലൻ്റെ പൊടി ഇതാ കുറച്ചിട്ടിട്ടുണ്ട്. അത് ഒഴിച്ച് നമ്മൾ ലേശം ഇതിട്ടോ, നാരങ്ങനീരിൻ്റെ കുപ്പിയാണ് ഇത്. കുട്ടികൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ. ഇതുവരെ തീർന്നിട്ടില്ല, ഇൻഷാല്ലാ തോനെ. നമ്മളിത് കുറച്ച് ഒഴിച്ച് കൊടുക്കും, നാരങ്ങനീരാട്ടോ അത്. അത് കുറച്ച് ഒഴിച്ച് കൊടുക്കും. അത് നല്ലോണം അതൊന്ന് കലക്കുക. നല്ലോണം കലക്കി ഇതൊന്നിങ്ങനെ ഇങ്ങനെ മുക്കി എടുക്കുകയുള്ളൂ കേട്ടോ. കൂടുതൽ നമ്മളെ പാത്തുവിൻ്റെ ഓരോ കുത്തക്കേടുണ്ട് മക്കളെ. ഞാൻ ഓള് മാത്രം സംസാരിക്കും. നമ്മൾ രണ്ടാളും സംസാരിക്കുമ്പോൾ ആർക്കും കേൾക്കില്ലല്ലോ. അങ്ങനെ ഇതൊന്നും ഇങ്ങനെ മുളക് മഞ്ഞളൊന്നും ഇങ്ങനെ പരട്ടി വെക്കേണ്ട പണിയുള്ളൂ, വേറെ പണിയൊന്നുമില്ല. പിന്നെ ഇതൊക്കെ എടുത്തുകൊണ്ട് ഒന്ന് ചുട്ടെടുക്കണം. ചുടുക വെച്ചാൽ പൊരിക്കാനല്ലത്, നല്ല ഒന്ന് കുറച്ച് എണ്ണ ഒന്ന് തിളച്ചിങ്ങാണ്ടൊന്ന് ശരിയാക്കി എടുക്കണം. അതൊക്കെ ആയിക്കോളും. ഇതെല്ലാത്തിനും ഇത്തിരി ചുപ്പും പുളിയൊക്കെ പൊടിച്ചോളും. അതിനൊക്കെ അതാ നമ്മൾ മസാലകളും മഞ്ഞളും ഉപ്പും മസാലയും തേച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് പൊരിച്ചെടുക്കാം. നമ്മൾ ചോറായി മക്കളെ. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്കത് വാർക്കണം, കട്ടാക്കിക്കാം. അങ്ങനെ നമ്മളിതാ വഴുതിരിഞ്ഞൊക്കെ ഇട്ട് തട്ടി വെച്ച് ചൂടായാലും നമ്മളിത് കിട്ടിട്ടുണ്ട് കേട്ടോ. അത് മറിച്ചിട്ടിട്ട് ശരിയായിട്ടില്ല, ഒന്നും കൂടെ വേവട്ടെ, എന്നിട്ട് മറിച്ചിടാം. നല്ല ടേസ്റ്റാട്ടോ. അങ്ങനെ മീൻ പൊരിച്ചൊന്നും വേണമെന്നില്ല, അടിപൊളിയാണ് തിന്നാൻ. മറിച്ചിട്ടിട്ടുണ്ട്, നല്ലോണം നെരിഞ്ഞിക്കുന്നത് ചെറുങ്ങനെ ഒന്ന് ഇതായിപ്പോയി. ഒരു പുറമൊന്നും ആയില്ല. അപ്പോൾ മറിച്ചിട്ടിട്ടുള്ളൂ. 1-2 കുറച്ച് കറുത്തുപോയി. അത് തിന്നാൻ പറ്റായി ഒന്നുമില്ല. ചെറിയ തീയിൽ വെച്ചതിനെ കൊണ്ട് നെരിഞ്ഞ പോലെ. കൂടുതൽ എണ്ണ വേണ്ടവർക്ക് എണ്ണ ഒഴിച്ചിട്ടാ. ഞാൻ പിന്നെ ഫ്രൈ പാനിൽ കൂടുതൽ എണ്ണ ഒന്നും ഇല്ലാണ്ട് ഇങ്ങനെ ചുട്ടെടുത്ത മാതിരിയാക്കുന്നതാണ്. എണ്ണ ഒഴിച്ചാൽ ഇതിനെക്കാട്ടി നന്നാവും. ഇങ്ങനെയല്ലല്ലേ, വേഗം മറിച്ചിട്ടതിനെ കൊണ്ട് നമുക്ക് കരിയാതെ കഴിച്ചിലായി. കേട്ടോ, കൂടെ ഒന്നിതാവട്ടെ, എന്നിട്ട് നമുക്ക് എടുത്ത് മാറ്റാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ഒക്കെ വെന്ത് നല്ല നെരിച്ചിലും ഉണ്ട്, നല്ല തിന്നാൻ നല്ല വെന്തിട്ടും ഉണ്ട്. കണ്ടോ, കട്ടിത്തല കണ്ടോ, അങ്ങനെ കോരി തിന്നാം. എല്ലാം വെന്തിക്കണ്. നമുക്കിത് കഴിക്കാം കേട്ടോ. നമ്മൾ മത്തി ഇതാ തേങ്ങ അരച്ച് വെച്ചതാണ്. തേങ്ങ അരച്ച് വെക്കില്ല ഇവിടെ, എപ്പോഴും മുളക് ഇടലാണ്. ഇന്നൊരു പൂതി തേങ്ങ അരച്ച് വെക്കാൻ. തേങ്ങയും മസാല കേട്ടോ, വെറും തേങ്ങയല്ല, തേങ്ങയും മസാല അരച്ച് വെച്ചാണ്. നമ്മൾ ഇതാ ചോറൊക്കെ ആയിട്ടുണ്ട്. ചോറ് വേണം, പെട്ടെന്ന് കൂടെ കാട്ടും മോളെ. ഡാഡിൻ്റെ പ്ലേറ്റ് ഇതിൽ തിന്നാ എന്ത് എല്ലാവർക്കും ചോറ് വണ്ടിയും കൊണ്ട് നിൽക്കുകയാണ്. മറ്റേ പ്ലേറ്റും എടുത്തോളി, ഇൻ്റെ പ്ലേറ്റും എടുത്തോളി. പത്തുട്ടിയെ എണീച്ചോളൂ, 1:30 ആയിട്ടുള്ളൂ എണീക്കാൻ സമയത്ത്. അവിടെ നിന്ന് 3-4 പേരെ കിടക്കണം. കറി വെച്ചോളി, കറി അങ്ങോട്ട് വലിച്ചു വെച്ചോളി, കറി വെച്ചോളി. ചോറ് വേണമെങ്കിൽ ഇങ്ങോട്ടാലോ. നമ്മളിതാ പൊരിച്ചതൊക്കെ എടുത്ത് വെച്ച് പൊരിച്ച മീൻ. അങ്ങനെ ഇതിൻ്റെ ചോറാണിത്.
പാത്തുതാ എന്തൊക്കെയോ കളിക്കണ 2 കൈ കൊണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ, ബൈ.